മുതിർന്ന CPM നേതാക്കളൊക്കെ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. പക്ഷെ അവർക്ക് നേരെ പറയാൻ അതാണ് പലരും പരോക്ഷ സൂചനയാണ് നൽകുന്നത്. അതല്ലാതെ പരസ്യമായിട്ട് പിണറായി MV ഗോവിന്ദന് കുഴപ്പം കാണിച്ചെന്ന് പറയുന്നില്ല. MA ബേബിയും P രാജീവും ഇന്നലെ പറഞ്ഞു, പത്തനംതിട്ടയിലെ DYFI പിള്ളാർ ഡയറക്റ്റ് പറഞ്ഞു. അതുകൂടാതെ ഇന്നത്തെ മാധ്യമങ്ങളിൽ കണ്ട ഒരു പരാമർശം തോമസ് ഐസക്കിൻ്റെ. കുറച്ച് ദിവസം കൊണ്ട് പുള്ളി ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാർ അഴിമതിക്കാരല്ലെന്ന പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് രണ്ടാമത്തെ മന്ത്രിസഭയിലാണ് എന്നുള്ളത് ഒരു സൂചനയാണ്. കാരണം മറ്റേത് അല്ലെങ്കിൽ അദ്ദേഹം ആദ്യ മന്ത്രിസഭയിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ പോയതാണ്. രണ്ടാമത്തെ മന്ത്രിസഭയിലാണല്ലോ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അതെ, കമ്മ്യൂണിസ്റ്റുകാർ അഴിമതിക്കാരല്ല എന്ന് പൊതുവെ ജനത്തിനൊരു ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു ബോധ്യം ജനത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, നമുക്ക് EMS അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്ന ആചാര്യന്മാരായിരുന്ന വലിയ പ്രഗത്ഭരായ ഒരുപാട് പേര് അതിസമ്പന്നമായ ജന്മകുടുംബങ്ങളിൽ ജനിച്ചവരാണ് ഭൂരിപക്ഷം പേര്. പക്ഷേ ഇവരൊക്കെ മരിക്കാൻ സമയത്ത് അവർക്കൊന്നും ഇല്ലാതാണ് അവർ മരിച്ചത്. പലരുടെ മക്കൾ എവിടെയാണെന്ന എന്താണെന്ന പോലെ നമുക്കറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഗാന്ധിയുടെ മക്കൾ എവിടെ നിന്ന് അന്വേഷിക്കാറുണ്ടോ? അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും. പഴയകാല പല നേതാക്കന്മാരുടെയും ആ ഒരു പിന്മുറക്കാരാരാണെന്ന് നമുക്കൊന്നും അറിയില്ല. പിൻതലമുറ ഈ വികസന നേട്ടം ഇവർ വലിയ വായിൽ ഉദ്ഘോഷിച്ചു. ഈ വികസന നേട്ടങ്ങളിലേക്കാൾ ഉപരിയായിട്ട് ഈ നേതാക്കളുടെ പെരുമാറ്റവും അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളും പ്രതിരോധിക്കാൻ CPM കഴിഞ്ഞിട്ടില്ല. ഇല്ല, നിയമസഭയിലും കഴിയുന്നില്ല, പുറത്തും കഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? പിണറായി വിജയൻ്റെ വീട്ടിൽ ED കയറി റെയ്ഡ് ചെയ്യുന്നു. പിണറായി വിജയൻ്റെ മകളെ കൈക്കൂലി കേസിൽ, കോഴക്കേസിൽ ED ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെയായിട്ടും എന്ത് പറഞ്ഞ് CPMന് പ്രതിരോധിക്കാൻ പറ്റും? ആദ്യം അവർ പിണറായിക്കെതിരായ ആക്രമണം എന്നുള്ള രീതിയിൽ പ്രതിരോധിച്ചു. ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, ഗൂഢാലോചനയാണ്, RSSൻ്റെ അജണ്ടയാണ്, BJP അജണ്ടയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പ്രതിരോധിച്ചു. പക്ഷേ ആ പ്രതിരോധം നിലനിൽക്കാതെ വന്നപ്പോഴാണ് ഇവർക്ക് ആക്രമണം നടത്തേണ്ടി വന്നത്. മനസ്സിലായില്ലേ? ഈ ആക്രമണം കൂടി കഴിഞ്ഞതോടെ അവിടെ സ്ഥിരം ലൈനാണല്ലോ ഈ ആക്രമണം എന്ന് പറയുന്നത്. അവിടെ സ്ഥിരം ലൈനാണ്. പഴയ നമ്മുടെ ഗോവിന്ദ മാഷ് പറയുമ്പോൾ ഗറില്ല വാർഫെയർ എന്നൊക്കെ പറയുമ്പോൾ ഈ ആക്രമണ രീതി പണ്ട് പോലെ ഉള്ളതാണ്. അപ്പോൾ ഓരോ മുതിർന്ന നേതാക്കളും തങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരുമ്പോഴും ഇവരൊക്കെ ആരെയോ ഇരുട്ടിൽ നിർത്തിയിട്ടുണ്ട്, അല്ലേ? അതെ, ഒരാളെ ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ആ ഒരു ഭയം എനിക്കൊന്ന് ഇപ്പോഴും പിണറായി വിജയനോട് പരസ്യമായിട്ടൊന്നല്ല, എനിക്ക് തോന്നുന്നു പാർട്ടി മീറ്റിങ്ങുകളിൽ പോലും അതിൻ്റെ പേര് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടെന്ന് സംശയമാണ്. ഇല്ല, അത് എന്താണത് അതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്. എന്തും ഞങ്ങൾക്ക് ഉൾപാർട്ടി മീറ്റിങ്ങുകളിൽ പറയാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഉൾപാർട്ടി മീറ്റിങ്ങുകളിൽ പറയുന്നവർ എന്തിന് ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ പേര് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ സന്ദേശ സിനിമയിൽ കുമാരവിള സാർ ആദ്യമേ പറയും, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ദിനേശ് വീഡിയോ വലിക്കും, കാര്യമൊക്കെ പറയും, ശരി തന്നെയാണ്. പക്ഷേ നേതാക്കന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയാലുള്ള കാര്യം അറിയാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ നേരെ വിരൽ ചൂണ്ടിയാൽ അറിയാമല്ലോ, അത്രയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ആ കറക്റ്റാണ്. ആ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്ന അതേ അവസ്ഥയാണ് ഈ നേതാക്കന്മാർക്കുള്ളത്. ഈ വളരെ മുതിർന്ന ഇടതുപക്ഷ നേതാക്കന്മാരായ പലരും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ പലരും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ജീവിതം ആഘോഷിക്കുന്നതിനെക്കുറിച്ചും മക്കൾക്ക് സമ്പാദിക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയത്. അത് തന്നെ കാര്യം ഒരു കാര്യം, ഈ പലരുടെ മക്കൾ നേരെ പഠിച്ചെടുത്തില്ലാത്തവരായിരിക്കും. പിണറായിയൊക്കെ വിദേശത്ത് മക്കളെ പഠിപ്പിച്ചെങ്കിലും പലരും അത്ര വലിയ വിദ്യാഭ്യാസം കൊടുത്തവരായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ നമ്മുടെ വിദേശത്ത് ഏതെങ്കിലുമൊക്കെ വലിയ ഇന്ത്യയിലെ വലിയ വ്യവസായിയുടെയൊക്കെ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സമ്പാദിക്കാനോ കൊട്ടാരം പോലത്തെ വീട് വയ്ക്കാനോ ഒക്കെ കാറ് വാങ്ങിക്കാനോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും പുതിയ തലമുറയിൽ യുവ CPM നേതാക്കന്മാരെ ഒരു ഷർട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം. 1000 രൂപ വരെയുള്ള ബ്രാൻഡ് ഷർട്ടാണ് അവരിട്ടിരിക്കണേ എന്നുള്ളത്. അവർ കിട്ടുന്ന ചെരുപ്പ്, കൈ കെട്ടിക്കുന്ന വാച്ച്, അവരിരിക്കുന്ന മൊബൈൽ ഫോണുകൾ, ലക്ഷങ്ങൾക്കാണ് അവരെ ഒരാളിൻ്റെ ഒരു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കോസ്റ്റ്യൂം ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അത് പാർട്ടിയുടെ വാഹനമാണെന്നൊക്കെ വേണേൽ പറയാം. എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലാളിത്യം വേറെ, പിന്നെ അതിൻ്റെ ഈ ധാരാളിത്തം വേറെ. ഈ ധാരാളിത്തം എന്തായാലും ചോദ്യം ചെയ്യപ്പെടും. അതെ, അപ്പം മാത്രമേ സ്ഥാനം കഴിഞ്ഞിട്ടും പലരും ഇതേ ആഡംബര തന്നെയാണ് ജീവിക്കുന്നത്. MLA മന്ത്രിയൊന്നും ആവാതെ പോയ ആളുകളുണ്ട്. അവർ ഇപ്പോൾ സഞ്ചരിക്കുന്ന ആഡംബര ജീവിതം തന്നെയാണ്. അപ്പം തോമസ് ഐസക് ഉന്നയിച്ചിരിക്കുന്ന ആരോപണമെന്നല്ല, അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വിമർശനം, നമ്മൾ അഴിമതി രഹിതരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള പൊതുസമൂഹത്തിന്റെ ധാരണ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. അഴിമതി രഹിതരെന്ന് മാത്രമല്ല, സദാചാരികളാണ് എന്നൊരു ധാരണയും കൂടെ ഉണ്ടായിരുന്നു പണ്ട്.
അത് പക്ഷേ ധാരണ കുറവാണ്. കാരണം കുറവാണ്. ഏറ്റവും കൂടുതൽ സദാചാര ലംഘനം നടന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒളിവ് ജീവിതത്തിലാണെന്ന് ഈ ഒളിവിൽ കഴിഞ്ഞവർ തന്നെ പിന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അല്ല എങ്കിൽ പോലും മറ്റു പലരെയും കുറിച്ച് നമുക്ക് അവർക്കൊരു പരിശുദ്ധ പരിവേഷം ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ഉണ്ട്. പരിശുദ്ധന്മാരാണെന്ന് കുറേ പേര് ഒളിവിലെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവർ തന്നെയാണ്. അല്ല ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ, പാലക്കാടാണോ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെതിരെ SFI-കാരി പരാതി കൊടുത്തിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. അതുപോലെ നമുക്കറിയാം കൊച്ചിയിലുണ്ടായ ഒരു വിവാദം ഓർക്കുന്നില്ലേ? അതെ, വൈപ്പിനിലുണ്ടായ ഒരു വിവാദം ഉണ്ടായി. ഇതിനകത്തൊക്കെ ഇവർ പെയിൻ്റ് അടിച്ചും വൈറ്റ് വാഷ് അടിച്ചും ഒക്കെ രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ എത്ര വൈറ്റ് വാഷ് അടിച്ചാലും നാട്ടുകാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അത് ഐസക്ക് പറഞ്ഞ കാര്യം തന്നെ നമ്മളെടുത്ത് ചർച്ച ചെയ്യാൻ നോക്കിയാൽ ഈ അഴിമതി രഹിതരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള ധാരണ മാറ്റം വന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെ മകൾ ഇന്ന് ED മുമ്പ് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അഴിമതി കേസാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് ഈ 2.8 കോടി രൂപ 7-8 കോടി രൂപ, അതായത് 2,78,00,000 രൂപ എന്തിന് ഇവർ വാങ്ങി എന്നുള്ളതിന് ഒരു ബോധ്യം വരുത്താൻ ഇപ്പോഴും പിണറായി വിജയനോ CPM-നോ കഴിയുന്നില്ല. എന്തിന് വാങ്ങി? ഇവർക്ക് ഒരു മുട്ടാത്തർക്കമായിട്ട് ഇവർക്ക് പറയാം, ഞങ്ങൾ ഇതിന് GST അടച്ചിട്ടുണ്ട്, വീണ വിജയൻ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി തന്നതാണ്, അല്ലെ ആ കമ്പനി കൊടുത്ത സേവനത്തിന് വേണ്ടി നൽകിയതാണ്. ഇത് ഒരിക്കലും നമുക്ക് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു 4 കാല് വെച്ച് 2 ഓലക്കാലും വെച്ച് ഉണ്ടാക്കിയ കമ്പനിയാണ്, അല്ലാതെ ഒരു കടലാസ് കമ്പനി. അതെ, ഒറ്റയാളുള്ള കമ്പനി, സിംഗിൾ ഡയറക്ടർ. അപ്പം ഈ ഒറ്റയാളുള്ള കമ്പനിയിൽ ഈ കമ്പനിയിലെ ജീവനക്കാരെവിടെ? ഈ കമ്പനി ഇപ്പം എവിടെ? ഇവരുടെ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം അവരതിനെ പിരിച്ചുവിട്ടിരിക്കും. കാശ് പിരിക്കുക, കമ്പനി അടയ്ക്കുക. അത് തന്നെയാണ് ഈ നമ്മുടെ നാട്ടിലെ പഴയ ബ്ലേഡ് കമ്പനികളില്ലേ, ആവശ്യം നാട്ടുകാരെ മുഴുവൻ പൈസയും പിരിച്ചുകൊണ്ട് പിന്നെ മുങ്ങുക. തോമസ് ഐസക്ക് പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. അഴിമതി രഹിതരാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന യാതൊന്നും നമ്മുടെ ഇല്ല. മുഴുവൻ കള്ളന്മാരാണെന്ന് മനസ്സിലായി ആളുകൾക്ക്, മൊത്തം കള്ളന്മാരാണെന്നുള്ള സത്യം ആളുകൾക്ക് അങ്ങനെ പറയും. ഈ അരുൺകുമാറിനെ പോലുള്ള സഖാക്കന്മാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അവർ കൊടുത്ത സേവനം എന്താണെന്ന് അറിയാമോ? അത് ടാലി, MS ഓഫീസ്, പിന്നെ എന്താ പവർ, ഒരെണ്ണത്തിന്റെ പേര് മറന്നുപോയി. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഫ്രീ ആയിട്ട് കിട്ടാൻ സോഫ്റ്റ്വെയറിന്റെ പേര് പറഞ്ഞിട്ട് എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. അപ്പുറത്തെ ജോസഫ് സി മാത്യുവിനെയൊക്കെ പോലുള്ള ഈ മേഖലയിൽ ആദ്യ പ്രഗത്ഭരായ ആൾ ചിരിക്കുന്ന കാണായിരുന്നു. അല്ലെ, എന്നിട്ട് ഏറ്റവും അവസാനം അതേ ഒരു ചോദ്യമുണ്ട്, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കുഴപ്പമെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സാധനം നിത്യജീവിതത്തിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത എല്ലാ വീടുകളിലും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കാണും. ഇനി കമ്പ്യൂട്ടർ ഇല്ലാത്ത സമരം ചെയ്തവരാണ് നമ്മൾ. ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴേ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, ഈ പറയുന്ന ടാലിയും MS ഓഫീസ്, MS വേർഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ പവർ ബിൽഡറൊക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഇതിനൊന്നും വലിയ പൈസയൊന്നുമില്ല, ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. ഇനി അഥവാ ഇത് പേയ്മെന്റ് ഉണ്ടെങ്കിൽ പോലും അത്രയേ ഉള്ളൂ, അത് വലിയ കൂടുതലൊന്നും വരുന്നില്ല. അപ്പോൾ അത്തരം സേവനങ്ങൾക്ക് മാസം 8 ലക്ഷം രൂപ വീതം സർവീസ് ചാർജ് ഈടാക്കി എന്ന് പറയുമ്പോൾ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പണ്ടത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളല്ല, അല്ലെങ്കിൽ അന്തം കമ്മികളായിട്ടുള്ളവരുടെ പോലും ഉള്ളിലൊരു ചോദ്യമുണ്ട്, എടാ ഇതെന്തൊരു കളിയാണ്. അതുകൊണ്ടാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും എല്ലാം തുന്നം പാടിയതും ആളുകൾക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ഇവർക്ക് വിചാരിക്കണം നമ്മൊരു മണ്ടന്മാരാണ്, ഒരു പുച്ഛമാണ് ഈ നേതാക്കന്മാർക്ക്. അണികളാണ് ഇവന്മാർ, നമ്മളെ അടിമകളാണ്, പൊട്ടന്മാരാണ്, നമ്മൾ എന്ത് കാണിച്ചാലും ഇവന്മാർ നമ്മളെ ന്യായീകരിച്ച് പൊയ്ക്കോളൂ എന്ന് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ P. രാജീവിൻ്റെ സൈദ്ധാന്തിക ഭാഷ മാറ്റി വെച്ചിട്ടുള്ള സംസാരം കാണുമ്പോൾ തോന്നുന്നു ഒരു കുറച്ച് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് 1 മാസം ആവാൻ പോവുകയല്ലേ, അപ്പം വരും. അപ്പോൾ എന്തായാലും ഐസക്ക് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നു തന്നെയാണ്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതാണ് ഇവരുടെ പറച്ചിലായതുകൊണ്ടാണ്. പൊതുസമൂഹത്തിലുള്ള ഒരു പൊതുബോധ്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ അഴിമതിക്കാരല്ലെന്നുള്ളത്. ആ അഴിമതിക്കാരാണ് എന്ന് ഒരു പ്രചാരണം വരുമ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറയും. ഈ സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മൾ ഒരു കാലത്ത് എല്ലാം ആദരവോടെ കണ്ടിരുന്ന ആളോട് തന്നെ ഇപ്പം കോമാളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവർ പറയുന്ന ഈ വിചിത്രമായ ഭാഷയും ഇവർ ഈ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ, ഉത്കൃഷ്ടത ചോദിച്ചു വെച്ചാൽ ബളം വയ്ക്കുന്നത്, ഇതൊക്കെ തന്നെ ആൾക്കുമ്പോൾ ഇവരെ പരിഹാസ കഥാപാത്രങ്ങളാക്കി. ഈ സകല ട്രോളും ഇപ്പോൾ ഇവർക്കെതിരാണല്ലോ. എന്താണെങ്കിലും P. രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞത് അബദ്ധമായി. വെള്ളാപ്പള്ളിയെ സംഘടിപ്പിച്ചത് അബദ്ധമായി. ഇദ്ദേഹം എം എ ബേബി അത് തന്നെയല്ലയോ പറഞ്ഞത്? എം എ ബേബിയും പറഞ്ഞത് പിന്നെ എം എ ബേബി എല്ലാം അബദ്ധമായി. ഈ പറയുന്ന ഇതിലേക്ക് ജനങ്ങളിലേക്ക്
ഈ വികസന നേട്ടങ്ങളിൽ മാത്രം കണ്ണുമടച്ച് വിശ്വസിക്കാൻ പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ വികസന നേട്ടങ്ങളെ നമുക്ക് നേതാക്കന്മാരുടെ നേട്ടങ്ങളായി മാറി, എല്ലാ വികസന നേട്ടങ്ങളും നേതാക്കന്മാരും കുടുംബാംഗങ്ങളുടെ നേട്ടം മാത്രമായി മാറി എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള സീനിയറായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി രംഗത്ത് വരുന്നുണ്ട്. അവരിപ്പോഴും ടാർഗറ്റിൽ നിന്നും അകലെയാണ് അമ്പ ചെയ്ത് കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, അതിൻ്റെയൊക്കെ ഏതാണ്ട് തൊട്ടില്ല എന്നുള്ള മട്ടിൽ കൊണ്ട് അമ്പ ചെയ്ത് കൊള്ളിച്ചിട്ട് മാറി നിൽക്കുന്നതേ ഉള്ളൂ. ഇനി എന്നാണ് ഈ അമ്പ് ഈ ടാർഗറ്റിൻ്റെ നെഞ്ചത്ത് കുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അത് ജീവിച്ചിരിക്കത്തോളം കാലം അത് അത്ര എളുപ്പമാവില്ല എന്ന് തന്നെയാണ്. കാരണം സ്റ്റാലിൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെയാണ് ഇവിടെ ഏകാധിപതി ആയതുകൊണ്ട് അത്രയേ ഉള്ളൂ. സ്റ്റാലിൻ്റെ കാലത്തിന് ശേഷം പിന്നെ ചിത്തോളി ആരംഭിച്ചു. സ്റ്റാലിനെ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതുപോലെ ഇവിടെയും കാലശേഷമായിരിക്കും ചരിത്രം മാറ്റി എഴുതാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ.